കെ.ടി. ജലീലിന് MLA പെൻഷൻ വേണ്ട, അധ്യാപക പെൻഷൻ മതി എന്ന ഒരു ആഗ്രഹവുമായി അദ്ദേഹം LDF നേതാക്കളെയും അല്ലെങ്കിൽ സർക്കാരിന് ഒരു ആവശ്യവുമൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് കാത്തിരിപ്പാണ്. അപ്പോൾ ആ കാത്തിരിപ്പിനൊപ്പം ഒരു കത്തും കൂടി നൽകിയിട്ടുണ്ട്. അത് പുറത്തായിട്ടുണ്ട്. ഇപ്പോൾ അധ്യാപക പെൻഷൻ അനുവദിക്കാനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കെ.ടി. ജലീൽ MLA നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അധ്യാപക ജോലി രാജിവെച്ച് MLA ആയിരുന്ന കാലത്തെ സർവീസായി പരിഗണിച്ച് ആനുകൂല്യങ്ങൾ നൽകണമെന്നും MLA പെൻഷന് പകരം അധ്യാപക പെൻഷൻ അനുവദിക്കണമെന്നുമാണ് കെ.ടി. ജലീൽ കത്തിൽ ആവശ്യപ്പെടുന്നത്. ചട്ടങ്ങൾ ലംഘിച്ചാണ് കെ.ടി. ജലീൽ പെൻഷൻ അപേക്ഷിച്ചത് എന്നാണ് ആക്ഷേപം. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീറെ സൂചിപ്പിച്ചതുപോലെ MLA പെൻഷന് പകരം അധ്യാപക പെൻഷൻ വേണമെന്നുള്ളൊരു ആവശ്യമാണല്ലോ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഈ കത്തിന്റെ ഉള്ളടക്കം എന്താണ്? നടത്തിക്കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അത്? അമൃതാൻ സേഫ്, തീർച്ചയായിട്ടും. അതായത് ഇത് സർവീസ് ചട്ടങ്ങൾക്ക് ലംഘനമാണെന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. അതായത് 2022 ഫെബ്രുവരിയിൽ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കെ.ടി. ജലീൽ നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്ക് നേരത്തെ നമ്മൾ നൽകിയതുമാണ്. ഇപ്പോൾ അതിൻ്റെ അദ്ദേഹം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 1994 മുതൽ 2006 വരെയുള്ള 12.5 വർഷക്കാലവും സർവീസിൽ ജോലി ചെയ്ത ആ സമയം, അതോടൊപ്പം തന്നെ 2006 മുതൽ 2021 വരെയുള്ള 15 വർഷക്കാലം MLA ആയി തുടർന്ന ആ 15 വർഷക്കാലം ഉൾപ്പെടുത്തി 27.5 വർഷത്തെ സർവീസ് ആനുകൂല്യങ്ങൾ നൽകണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് അങ്ങനെ ഒരു MLA ആയി തുടരുന്ന കാലയളവിൽ സർവീസ് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകണം എന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുമ്പോൾ അത് സർവീസ് ചട്ട ലംഘനമാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയരുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2021 അദ്ദേഹം ജോലി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2021 മത്സരരംഗത്തേക്ക് വരുമ്പോൾ അന്ന് ഈ എയ്ഡഡ് അധ്യാപകർ രാജിവെക്കണമെന്നുള്ള കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ചിരുന്നു. അങ്ങനെ രാജിവെച്ചാണ് അദ്ദേഹം മത്സരരംഗത്തേക്ക് വന്നിരുന്നത്. ആ രാജിവെച്ച് മത്സരത്തേക്ക് വന്ന ഒരാൾക്ക് സർവീസ് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്ന് പറയുന്നത് സർവീസ് ചട്ട ലംഘനമാണ് എന്നുള്ളതാണ്. അങ്ങനെ സർവീസ് റൂളിൽ മാറ്റം വരുത്താതെ ഒരാൾക്ക് വേണ്ടി മാത്രം ചില മാറ്റങ്ങൾ സർക്കാർ ഇടപെടലുകൾ നടത്തുന്നു എന്ന് വരുമ്പോൾ അത് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്നത്. മാത്രമല്ല, ഈ കത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് 2021 പ്രത്യേക സാഹചര്യത്തിലാണ് താൻ രാജിവെച്ചത്. സാധാരണഗതിയിൽ ഇങ്ങനെ സർവീസിൽ നിന്ന് രാജിവെക്കുന്നത് പ്രത്യേകമായി സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയോ ഒക്കെ സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷേ താൻ അങ്ങനെ സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമല്ല ഈ ഇത്തരത്തിൽ ഈ ജോലി രാജിവെച്ച് പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നത് സാമ്പത്തികമായി വലിയ നഷ്ടം തനിക്ക് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് സാമ്പത്തികമായി ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെയാണ് താൻ രാജിവെച്ച് ഇങ്ങനെ പോയത് എന്ന് പറയുന്നത്. അങ്ങനെ സാമ്പത്തികമായി തനിക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും വേണ്ട എന്ന ആദർശം പറയുമ്പോഴും MLA പെൻഷൻ, അതായത് MLA പെൻഷൻ തനിക്ക് വേണ്ട, അതിന് പകരം താൻ MLA ആയിരുന്ന കാലത്തെ സർവീസായി പരിഗണിച്ചുകൊണ്ട് അക്കാലത്തെ പെൻഷൻ, അതായത് സർവീസ് പെൻഷൻ വേണമെന്നുള്ള ആവശ്യം. നമുക്കറിയാം MLA പെൻഷൻ തുച്ഛമായ വേതനമാണ് അല്ലെങ്കിൽ തുകയാണ് ലഭിക്കുന്നത്. അത് വേണ്ട, അതിന് പകരം അക്കാലയളവും സർവീസായി പരിഗണിച്ചുകൊണ്ട് 27 വർഷത്തെ സർവീസ് കാലയളവിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ മതി എന്നുള്ളത്. അപ്പോൾ സാമ്പത്തിക ലാഭം തനിക്ക് ലക്ഷ്യമില്ല എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് താഴെ തന്നെ ആ MLA പെൻഷൻ വേണ്ട, അതിന് പകരം കൂടുതലായി പണം കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതലായി സർവീസ് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഈ അധ്യാപക സർവീസ് പെൻഷൻ വേണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇത് ചട്ടവിരുദ്ധ ലംഘനമാണ് അല്ലെങ്കിൽ സർവീസ് ചട്ട ലംഘനമാണ് എന്നുള്ള ഒരു വിമർശനമാണ് ഉയരുന്നത്. വരും സമയങ്ങളിൽ ഈ സർക്കാർ ഇതിനോട് എങ്ങനെ സമീപിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. തീർച്ചയായും കെ.ടി. ജലീലിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എങ്ങനെ നിവർത്തിച്ചു കൊടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കഴിയും, സർക്കാരിന് കഴിയും എന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്.